നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി ഇസ്രായേലിൽ സന്ദർശനം നടത്തുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുമെന്നും പ്രതിരോധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ സഹായം ഇസ്രായേലിൽ നിന്ന് ലഭിക്കുമെന്നുമൊക്കെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും ഇറാനിലും ഇസ്രായേലിലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമയത്ത് തന്നെ എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ വിചിത്രവും രസകരവുമായ ചില ചരിത്രങ്ങൾ അതിനുണ്ട്. ആരംഭം മുതൽ തന്നെ വളരെ കാലം പിണങ്ങിയും പിന്നീട് അങ്ങോട്ട് ഇണങ്ങിയുമുള്ളൊരു ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനം ഇന്ത്യ നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യ അന്ന് അനുകൂലിച്ചിരുന്നത് ഫലസ്തീനെ തന്നെയായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തെ ഒരു കാരണവശാലും അദ്ദേഹവും അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന സർക്കാരുമൊക്കെ തന്നെ ഈ ഇസ്രായേൽ രൂപീകരണത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, നമ്മളെപ്പോഴും ഫലസ്തീൻ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ യാദർച്ഛികമെന്നോണം പിന്നീട് ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോഴും ഇന്ത്യ അവരുമായി നയതന്ത്ര ബന്ധത്തിന് തയ്യാറായിരുന്നതുമില്ല. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവും വണ്ണം അവർ ശ്രമിച്ചിരുന്നു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് ഇക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവിനോട് ശുപാർശ നടത്തിച്ചു എന്ന് വരെ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളാണ് അന്ന് ഇസ്രായേൽ നടത്തിയിരുന്നത്. എങ്കിൽ പോലും ഇന്ത്യ ഒരു കാരണവശാലും ഇസ്രായേലുമായി അടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് ഇന്ത്യ ചൈനീസ് യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേൽ ഇന്ത്യക്ക് സൈനിക സഹായം, അതായത് ആയുധങ്ങൾ നൽകി സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 1965 ഇൻഡോ പാക് യുദ്ധത്തിലും 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലുമൊക്കെ തന്നെ ഇസ്രായേൽ ഇന്ത്യക്ക് വളരെ സജീവമായ തോതിൽ സഹായങ്ങൾ നൽകിയിരുന്നു. പക്ഷേ എന്നാൽ നയതന്ത്രബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. മാത്രമല്ല, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തൊക്കെ തന്നെ ഫലസ്തീനുമായിട്ടാണ് ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്നത്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് PLO ഒക്കെ തന്നെ ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾക്ക് അപ്പുറം, അറബ് രാജ്യങ്ങൾ കൂടാതെ ആദ്യമായി മറ്റേതെങ്കിലും രാജ്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയുമായി എന്നും നല്ല ബന്ധമാണ് യാസർ അരാഫത്തും PLOയും ഒക്കെ തന്നെ പുലർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ ഒരിക്കലും അന്നത്തെ ഭരണകൂടങ്ങളും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. എന്നാൽ 1990കളുടെ ആദ്യം ആഗോളവൽക്കരണത്തിലേക്കും മറ്റും ഇന്ത്യ പോകുന്ന കാലഘട്ടത്തിൽ അന്ന് നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനി എല്ലാ രാജ്യങ്ങളുമായും നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1992 ഇന്ത്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. അങ്ങനെ ഒരു പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു വിടവിന് ശേഷമാണ് ഇന്ത്യ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലും ഇസ്രായേലും ഇരു രാജ്യങ്ങളും എംബസികൾ തുറക്കുകയും വളരെ സൗഹൃദപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഇന്ത്യക്ക് ഇസ്രായേലുമായി ഏറ്റവും മികച്ച ബന്ധം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് 1999 കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്തും ഇസ്രായേൽ നമ്മെ പ്രതിരോധ മേഖലയിൽ വ്യാപകമായി തന്നെ സഹായം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും നല്ല ബന്ധം ഇസ്രായേലുമായി ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം 2015 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ആദ്യത്തെ ഒരു ഔദ്യോഗിക സന്ദർശനമായിരുന്നു ഇന്ത്യയുടെ ഒരു രാഷ്ട്രത്തലവൻ്റെ. പിന്നെ 2017 നരേന്ദ്രമോദി തന്നെ ഇസ്രായേൽ സന്ദർശിച്ചു. ഒരുമായിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ബന്ധം പുലർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ശരിക്കും നരേന്ദ്രമോദിക്ക് അവിടെ ലഭിച്ചതൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം എന്ന് പറയുന്നത് ചുവന്ന പരവതാനി വിരിച്ച് തന്നെയാണ് ഇസ്രായേൽ ഇന്ത്യയെ സ്വീകരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്രയും വലിയൊരു വരവേൽപ്പാണ് അന്ന് ലഭിച്ചത്. 2012 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ വർഷം അദ്ദേഹം ഇന്ത്യയിൽ വരുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. എങ്കിലും നെതന്യാഹുവിൻ്റെ സന്ദർശനം എന്തുകൊണ്ട് റദ്ദാക്കി എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ തിരക്കിട്ട് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പ്രതിരോധ മേഖല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കും. അതിലെ വ്യാപാര മേഖല, കൃഷി, ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. കാർഷിക മേഖലയിലുമൊക്കെ തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാനായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി സന്ദർശനം ഉപകരിക്കുക. മാത്രമല്ല, ഇപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്ന അശാന്തി പരിഹരിക്കാനും ഒരുപക്ഷെ ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് സ്വീകാര്യൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് കഴിയുമായിരിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദി നടക്കാനിരിക്കുന്ന ഒരു ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിനൊക്കെ തന്നെ വിരാമമിടാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ശ്രമം നടത്തുമോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത്. ഒരു കാലത്ത് പിണങ്ങിയിരുന്ന, അതായത് 4 പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ പാസ്പോർട്ടിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇസ്രായേലിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറി ഇന്ന് നമ്മുടെ ഏറ്റവും നല്ല സഹോദര രാജ്യമായി, നമ്മുടെ പ്രതിരോധ പങ്കാളിയായി ഇസ്രായേൽ മാറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ആഗോളതലത്തിൽ തന്നെ വീണ്ടും വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ്.